മക്കളെ, സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ 25-ാം തീയതിയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പൊ നമുക്ക് പൊളിച്ചടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട്, അതായത് ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കർഷകനെ കുറിച്ചിട്ട്, അതായത് കിസാനെ കുറിച്ചിട്ട്. കിസാനെ കുറിച്ച് ചിലപ്പോൾ ഒരു ലഘു എസ്സേ ആയിട്ട്, ലഘു ലേഖൻ ലിഖിയെ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ പോസ്റ്റർ അല്ലെങ്കിൽ പ്ലക്കാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സ് ആണ് മിസ് തരുന്നത്. ഇത് എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇപ്പം അഥവാ നിങ്ങളുടെ കവിതയിൽ, നിങ്ങളുടെ ആശയത്തിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കർഷകനെ കുറിച്ച് എന്തായാലും എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. നോക്കിക്കേ, കിസാൻ അല്ലേ. കിസാൻ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. അവരില്ലെങ്കിൽ നമുക്ക് അന്നം കിട്ടില്ല അല്ലെ, നമുക്ക് ഫുഡ് കിട്ടത്തില്ല. അപ്പൊ ഇത് എന്തായാലും പഠിക്കണേ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുള്ള കുറച്ച് പോയിന്റ്സ് ആണ് മിസ് തന്നിട്ടുള്ളത്. കിസാൻ ദേശ് കി റീഡ് ഹോത്താ ഹേ. കിസാൻ എന്ന് പറയുന്നത്, നമ്മുടെ കർഷകൻ എന്ന് പറയുന്നത് നമ്മുടെ ദേശത്തിന്റെ റീഡ് മീൻസ് എന്താണ്? നമ്മുടെ അടിസ്ഥാനമാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ നട്ടെല്ലാണെന്ന് നമുക്ക് പറയാം അല്ലേ. റീഡ് എന്ന് വെച്ചാൽ നട്ടെല്ലാണ് കേട്ടോ, നട്ടെല്ല് ആണ് എന്നുള്ളതാണ് കേട്ടോ, നട്ടെല്ലാണ്. ഓക്കെ, നട്ടെല്ല് ആണ് എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, കിസാൻ ഖേത്തി കർത്തേ ഹേ. നമ്മുടെ കർഷകൻ എന്താ ചെയ്യുന്നത്? ഖേത്തി കർത്തേ ഹേ. ഖേത്തി കർത്തേ വെച്ചതാണ് അവര് കൃഷിയാണ് ചെയ്യുന്നത് അല്ലേ. കർഷകൻ കൃഷിയാണ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഒക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്, പക്ഷേ ഓരോ പോയിന്റ്സിന് എന്താണ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കിസാൻ സബ്ക അന്നദാതാ ഹോത്താ ഹേ. എല്ലാവരുടെയും എന്താണ്? എല്ലാവരുടെയും അന്നദാത. അന്നദാത വെച്ചെന്താണ്? നമുക്ക് ഫുഡ് തരുന്ന ആളെയാണ് നമ്മൾ അന്നദാതാവ് എന്ന് വിളിക്കുക അല്ലേ. അപ്പൊ അന്നദാത ആരാണ്? നമ്മുടെ അന്നദാത കിസാനാണ്, കർഷകനാണ് എന്നുള്ള കാര്യം എൻ്റെ മക്കൾ എഴുതി വെക്കാം. ഇനി എന്താണ്? കിസാൻ ഗാവ് മേ രഹത്താ ഹേ. നമ്മുടെ കർഷകർ എന്താണ്? എപ്പോഴും ഗ്രാമത്തിലാണ്. ഇതേ ഒരു ക്വസ്റ്റ്യൻ എവിടെ ഉണ്ടെന്ന് അറിയോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. കിസാൻ എന്ന് പറഞ്ഞിട്ട് മക്കൾ ഇങ്ങനെ എഴുതിയിട്ടില്ലേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഇത് എഴുതാം കേട്ടോ നമുക്ക്. കിസാൻ ഗാവ് മേ രഹത്താ ഹേ. ഗാവ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമത്തിലാണ് അവരെന്ത് താമസിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ കിസാൻ കാ ജീവൻ ബഹുത് കഠിൻ ഹേ. കിസാന്റെ ജീവൻ മീൻസ് എന്താണ്? ലൈഫ് ആണ്. ബഹുത് കഠിൻ ഹേ, വളരെ കഠിനമാണ്, വളരെ ബുദ്ധിമുട്ടോടുകൂടി അവർ ജീവിക്കുന്നത് അല്ലെ. പിന്നെന്താണ്? കിസാൻ വർഷ और धूप में काम करता है. നമ്മുടെ കിസാൻ എന്താണ്? വർഷ എന്ന് വെച്ചാൽ എന്താണ്? മഴയാണ്. ധൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വെയിലാണ്. വെയിലത്തും മഴയത്തും എന്താണ്? കാം കർത്താ ഹേ, വർക്ക് ചെയ്യുന്ന, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? കിസാൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനത്തെ എന്താണ് കുറച്ച് കാര്യങ്ങളെങ്കിലും എന്ത് ചെയ്യണം എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഒരുപാടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കിസാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നോക്കുക, നിങ്ങൾക്ക് പോസ്റ്ററാണ് വന്നത്. കർഷകനെ കുറിച്ച് ഒരു പോസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ്, സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പോസ്റ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഇഷ്ടം നമുക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നോക്കിക്കേ, കിസാൻ കെ ബാരേ പ്ലക്കാർഡ് കെ ലിയേ സന്ദേശ് വാക്യ ലിഖിയേ. പ്ലക്കാർഡ് അല്ലെങ്കിൽ എങ്ങനെയും ചോദിക്കാൻ അറിയോ മക്കൾക്ക്? പോസ്റ്റർ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ പ്ലക്കാർഡ് എന്നും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്താൽ മതി? ഇത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചാൽ മതി. പോസ്റ്റർ എഴുതുന്ന സമയത്ത് മക്കൾക്ക് അറിയാം എന്താണ് പോസ്റ്റർ. എന്തായാലും നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും. പോസ്റ്റർ എഴുതുന്ന സമയത്ത് കുറച്ച് സന്ദേശങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്, കുറച്ച് പിക്ചേഴ്സും കുറച്ച് സന്ദേശങ്ങളൊക്കെ ആയിട്ട് എഴുതേണ്ടത്. അപ്പം അങ്ങനെ ഒരു 3 പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. കിസാൻ നഹി തോ അന്ന നഹി. അതെന്താണ്? നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും. കിസാൻ നഹി തോ അന്ന നഹി. കർഷകനില്ലെങ്കിൽ അന്നമില്ല. അന്നം മീൻസ് എന്താണ്? ഫുഡാണ് അല്ലേ. ഇവിടെ ഫുഡില്ല. കർഷകൻ ഉണ്ടെങ്കിൽ ഫുഡ് ഉണ്ടോ? ഇല്ല അല്ലേ. കർഷകൻ ഇല്ലെങ്കിൽ ഫുഡില്ല. കിസാൻ ദേശ് കി റീഡ് ഹേ. നേരത്തെ നമ്മൾ പഠിച്ച അതേ സെന്റൻസ് ആണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം? നമ്മൾ പോസ്റ്ററിൽ ഉപയോഗിക്കാം. ദേശത്തിന്റെ റീഡാണ്, നട്ടെല്ലാണ് എന്നുള്ളതാണ്. നട്ടെല്ലാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കർഷകർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? ജീതാ രഹി കിസാൻ. വിജയിക്കട്ടെ കിസാൻ. നമ്മൾ പറയില്ലേ അങ്ങനെ, ജയിക്കട്ടെ കർഷകൻ എന്നുള്ള പോലെ കേട്ടോ. കർഷകർ ജയിക്കട്ടെ, വിജയിക്കട്ടെ എന്നുള്ളത് കേട്ടോ. ജീതാ രഹി എന്ന് വെച്ചാൽ വിജയിക്കട്ടെ എന്നുള്ള അർത്ഥം കേട്ടോ. വിജയിക്കട്ടെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതെന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. മിസ് മലയാളം അർത്ഥം പറഞ്ഞു തന്നത് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് കൃത്യം വ്യക്തമായിട്ട് കർഷകനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള ഈ പോയിന്റ്സ് നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം. നമ്മുടെ ഓണം എക്സാമിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കർഷകനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ചിലപ്പോൾ പോസ്റ്ററൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിച്ചു പോകുക. മക്കളൊക്കെ നന്നായിട്ട് എഴുതുന്ന എനിക്കറിയാം. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ, ബൈ ബൈ.